ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പി സി ലാപ്ടോപ്പിൽ നിന്നൊക്കെ മൊബൈലിലോട്ടോ ഒരു ഫയലൊക്കെ എങ്ങനെ ഷെയർ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതായത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഏതൊരു ഫയൽസും നമുക്ക് മൊബൈലിൽ നിന്ന് ലാപ്പിലോട്ടൊക്കെ വളരെ സിമ്പിളായിട്ട് ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഒരു ഡേറ്റ കേബിളിൻ്റെയും സഹായമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻബിൽട്ടായിട്ട് ഉള്ള ആപ്ലിക്കേഷനാണ്. നമുക്ക് പി സിയിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇതിനെക്കുറിച്ച് അറിവുള്ളവരാണ് ഈ വീഡിയോ കാണണമെന്നില്ല, കാരണം ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ക്വിക്ക് ഷെയർ ഓൾറെഡി തന്നെ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വിക്ക് ഷെയർ ഒന്ന് ഓപ്പൺ ആക്കാം. ഇതിനകത്ത് ബ്ലൂടൂത്ത് നീഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ഡിവൈസ് ഇൻ ഹിഡൻ ആണ് കിടക്കുന്നത്. നമുക്കത് മാറ്റി സി ഫ്രോം എവരി വൺ ആക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ സെൻഡ് ചെയ്യാനാണെങ്കിൽ ഇഷ്ടമുള്ള ഫയൽ നമുക്ക് ഇതിനകത്ത് ഡ്രാഗ് ചെയ്യുക, സെലക്ട് ചെയ്യുക ഫയൽ. അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വിക്ക് ഷെയർ ഇതിന് മുമ്പത്തെ പേരെന്ന് പറയുന്നത് നിയർ ഷെയർ ആയിരുന്നു. ഇങ്ങനെ ഷെയർ ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. അതായത് മൊബൈലിൽ നിന്നും പി സിയിലോട്ട് പി സിയിൽ നിന്നും മൊബൈലിലോട്ട് കണക്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. നമുക്ക് വേണ്ടുന്ന ഫയൽ ഇവിടെ ഡ്രാഗ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സെലക്ട് കൊടുത്തുകൊണ്ട് ഏത് ഫോൾഡറിൽ നിന്നാണ് നമുക്ക് ഫയൽ വേണ്ടതെന്ന് വെച്ചാൽ ആ ഫോൾഡറിൽ നിന്ന് ഫയൽ നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് പി സിയിൽ നിന്ന് മൊബൈലിലോട്ടൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. മൊബൈൽ സ്ക്രീനിൽ താഴോട്ട് ഇങ്ങനെ വലിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ക്വിക്ക് ഷെയർ കാണാൻ പറ്റും, അല്ലെങ്കിൽ നിയർ ബൈ ഷെയർ. ബ്ലൂടൂത്ത് ഓൺ ആക്കാൻ ചോദിക്കും. ബ്ലൂടൂത്ത് ഓൺ ആക്കുക. അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിനകത്ത് എവരി വൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. പഴയ ആൻഡ്രോയിഡ് വേർഷനിലെല്ലാം നിയർ ബൈ ഷെയർ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കിടക്കുന്നത്. പുതിയ വേർഷനിലെല്ലാം ക്വിക്ക് ഷെയർ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കാണുന്നത്. നമുക്കൊരു ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ ഡ്രാഗ് ചെയ്തിട്ട് ഒരു ഫയൽ ഇടാം. നമ്മുടെ മൊബൈലിലെ ഡിവൈസ് കാണിക്കും. ആ ഡിവൈസ് ഏതാണെന്ന് പറഞ്ഞാൽ ആ പേര് ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതുപോലെ റിസീവ് ചെയ്യേണ്ട ഫയൽ ഇതുപോലെ കാണിക്കും. അതിനകത്ത് അക്സെപ്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫയൽ ഇതുപോലെ മൊബൈലിനകത്ത് ഡൗൺലോഡായി വരുന്നതാണ്. ഇതുപോലെ തന്നെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് നമുക്ക് മൊബൈലിൽ നിന്നും പി സിയിലോട്ട് സെൻഡ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പോൾ നമുക്ക് മൊബൈലിൽ നിന്ന് പി സിയിലോട്ട് ഒരു ഫയൽ ഷെയർ ചെയ്ത് നോക്കാം. മൊബൈലിൽ നിന്നൊരു വീഡിയോ ഇതുപോലെ എടുത്ത് ക്ലിക്ക് ചെയ്ത് ഷെയർ കൊടുക്കുക. അതിനകത്തിൽ ക്വിക്ക് ഷെയർ എന്ന് പറഞ്ഞിട്ട് കാണാം. ക്വിക്ക് ഷെയർ കൊടുക്കുക. ഉണ്ടോ? ഇപ്പം നമ്മൾ പി സിയിലെ നെയിമാണ് ഇവിടെ കാണിക്കുന്നത്. അത് നമുക്കത് സെലക്ട് ചെയ്യാം. എന്നാലും പി സിയിൽ ഇതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കും. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക. അതൊന്നും ഈ ഫയൽ അന്നേരം അങ്ങോട്ട് തന്നെ നമുക്ക് എത്തുന്നതാണ്. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫയൽ നമുക്ക് നേരെ പി സിയിലെത്തും. ഈ ക്വിക്ക് ഷെയർ പി സിയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്വിക്ക് ഷെയർ ഓൾറെഡി എൻ്റെ മൊബൈലിനകത്ത് ഇൻബിൽട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇതുപോലെ ഗൂഗിളിൽ ക്വിക്ക് ഷെയർ ഫോർ പി സി ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഈ സൈഡിലോട്ട് കയറേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യം കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ ഡൗൺലോഡ് ആവും. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ക്വിക്ക് ഷെയർ നമ്മുടെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിൽ മുകളിലായിട്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്വിക്ക് ഷെയർ എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ്, വളരെ സിമ്പിൾ മെത്തേഡാണ് ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.